ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കറി തയ്യാറാക്കാം കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാൽ വളരെ സിമ്പിളാണ്. നമ്മൾ വലിയ ചേമ്പിൻ്റെ തണ്ടായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതേപോലൊരു കുക്കറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നൊടിയടി തയ്യാറാക്കി എടുക്കാവുന്ന കറിയാണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തി കറിയാണേ. നിങ്ങൾക്കും ഇതേ രീതിയിൽ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ചേമ്പിൻ തണ്ടൊക്കെ വെച്ച് തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം വെച്ച് കുഞ്ഞ് ഗ്ലാസ്സിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തണ്ടിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരിക്കും. ഇതെന്ത് ചെയ്യണം, നല്ലപോലെ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്ത് ചെയ്യണം, താളിച്ച് ചേർക്കേണ്ടതാണ്. താളിച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റൊക്കെ ലഭിക്കുക കേട്ടോ. ഞാനിവിടെ ചീനച്ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരണേ അതിലോട്ട് കുഞ്ഞുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളെ കയ്യിൽ എത്രത്തോളം കുഞ്ഞുള്ളി ഉണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ അത്യാവശ്യം കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞുള്ളി നല്ലതുപോലെ മൂത്ത് വന്ന് നമ്മൾ ഈ കറിയിലോട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റൊക്കെ നല്ലതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ ഒത്തിരി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരും മടിയാണ് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ. പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണയെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതുപോലെ മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിലോട്ട് വേണം കേട്ടോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വെള്ളവും ഉണ്ട്. ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഇനി ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടോ. ഇതും ഒരു മീൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള കറി തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിലും ചേമ്പിൻ്റെ തണ്ടൊക്കെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ കറി തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.